ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങളെല്ലാവരും എറണാകുളം അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ്. രാവിലെ തൊട്ടുള്ള ഞങ്ങളുടെ ജേണി നിങ്ങൾക്ക് കാണിച്ചു തരാം. വ്ളോഗ് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം രാവിലെ 3:30 ആയപ്പോൾ എഴുന്നേറ്റു. 3:30 എന്നിട്ട് 4:30 ബസ്. എന്നിട്ട് ഇങ്ങനെ നിൽക്കുക, മുടി പകുതി നമ്മളൊന്ന് കെട്ടി വയ്ക്കാൻ നമ്മുടെ പകുതി ഉറക്കം അങ്ങ് മാറിക്കിട്ടും. അത് കഴിഞ്ഞ് ഇനി നമുക്ക് പല്ല് വെച്ചൊന്ന് മുഖമൊക്കെ കഴുകി വരാം. അപ്പം നമ്മൾ ഉണരും. ഇപ്പോൾ മനസ്സിലിപ്പോഴും കുറച്ച് നേരോടെ ഉറങ്ങിയിരുന്നെങ്കിൽ, പക്ഷേ ഒരു ആശ്വാസമുണ്ട്, ബസ്സിരുന്ന് നമുക്ക് ഉറങ്ങാലോ. നമ്മൾ ബസ്സിലാണേ പോകുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ മുടി ചീപ്പി ചെടയെല്ലാം കളയാൻ പോവുകയാണ്. എന്നിട്ട് നമ്മൾ നല്ലപോലെ കെട്ടി വയ്ക്കണം, നല്ലപോലെ അഴിച്ചിടരുത്. അപ്പോൾ നമുക്ക് ബസ്സിലെ കാറ്റൊക്കെ കൊണ്ട് ചെട പിടിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ പകുതിയില്ല, കുറേ പോയി. അത് നമ്മൾ നല്ലപോലെ പിന്നി കെട്ടി വയ്ക്കണം. പിന്നെ ഉടുപ്പ് ഇങ്ങനെ ആക്കുമ്പം ഇങ്ങനെ വരണമല്ലോ, അത് കണ്ടേ നല്ലപോലെ കെട്ടി വെച്ചു. അതിനുശേഷം നമ്മൾ മുടി ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ട് നോക്കും, ആ ഉറക്കപ്പിച്ച് പോവാനായിട്ട്. എന്നിട്ടോ മാറ്റമൊന്നുമില്ല. പിന്നെ നമ്മൾ എവിടെ പോയാലും സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഒന്നും ഇടാൻ മറക്കരുതേ. അതിപ്പം വെയിലില്ലെങ്കിൽ പോലും അത് രണ്ടും ഇടണം. പിന്നെ അത് രണ്ടും ഇട്ടില്ലേ പോലെ നമ്മളിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടാറുണ്ടല്ലോ, അങ്ങനെ അതും ഇട്ടും. നോക്കിയേ, നല്ല സുന്ദരിയായിട്ടല്ലേ. അതിന് ശേഷം നമ്മൾ ഐബ്രോ നല്ലതായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു കുഞ്ഞു പൊട്ടൊക്കെ ഇട്ട് കൊടുത്തു. ആ ഉറക്കത്തിൻ്റെ ആ ഒരിത് അത് അനുഭവപ്പെടാതിരിക്കാനേ, ആൾക്കാർ കാണുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവരുതല്ലോ. അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കുന്നു. നോക്കിയേ, ബാക്കിൽ പൂക്കളമാണ്. ജസ് മേടിച്ച് തന്ന ടീഷർട്ടാണ്. അങ്ങനെ അമ്മ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക, സമയം ഇത്രയായി അങ്ങനെയൊക്കെ പറഞ്ഞ്. ഞാനങ്ങനെ ഒരു ചപ്പാത്തിയും കഴിച്ചുകൊണ്ടിരിക്കുക. കറിയൊന്നും ഉണ്ടാക്കാൻ സമയമില്ലല്ലോ, രാവിലെ നമുക്ക് പോകണ്ടേ. നമുക്ക് സമയം 4:15 കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നിലവിട്ട് കാണുന്നുണ്ടോ? അല്ലേ, ഞാൻ ഇങ്ങനെ അടിച്ചു തരാം. കണ്ടോ, 4:15 4:30 ബസ് വരും. അത് നമ്മുടെ വീടിൻ്റെ വാതിക്കല്ല, നമ്മൾ ഇച്ചിരി അങ്ങോട്ട് പോകണം. അവിടെ നമ്മൾ പെറവന്തൂരെത്തി. അപ്പോൾ ആരുമില്ല, ഞങ്ങൾ മാത്രം. പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി. ഒറ്റ ബസ്സാണ് അമൃത ഹോസ്പിറ്റൽ വരെ ഉള്ളത്. അങ്ങനെ അമ്മയുടെ കയ്യിരിക്കുന്ന ഒരു ബാഗ് കണ്ടോ, അത് അമ്മ താത്ത് വയ്ക്കത്തേയില്ല. താത്ത് വെച്ച് അഴുക്കാവും എന്ന് പറഞ്ഞ് അമ്മ അത് പിടിച്ചുകൊണ്ടിരിക്കുക. അങ്ങ് ഹോസ്പിറ്റൽ വരെ അമ്മ അത് പിടിച്ചുകൊണ്ടിരുന്ന്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞു. ഞാൻ എഴുന്നേറ്റപ്പോൾ കണ്ട് ആശുപത്രി എത്തി. ആശുപത്രി നമുക്ക് ഒരു പേഷ്യൻ്റ് എന്ന രീതിക്കല്ല നമ്മളിവിടെ വരുന്നത്, ഒരു ടൂറ് പോയ ഫീലാണ് അവിടെ വരുമ്പോഴത്തേക്ക്. അത് കഴിഞ്ഞ് ഡോക്ടറിനെ കാണാൻ ടോക്കൺ എടുക്കാൻ പോയി. അപ്പോൾ സമയം എടുക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അവിടുത്തെ തന്നെ ക്യാൻറ്റീനിൽ വന്ന് മസാല ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. ഏത് ടൈപ്പ് ഫുഡ് വേണമെങ്കിലും അവിടെ ഉണ്ട്, നല്ല അഫോർഡബിൾ റേറ്റ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അവിടുത്തെ ചമ്മന്തിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് കാണാം. അതിനുശേഷം നമ്മൾ ഡോക്ടറിനെ കാണാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടറിനെ കണ്ടപ്പോൾ ഉച്ചയായിട്ട് നമുക്കിനി ചോറ് കഴിക്കാം. കുറച്ച് കറിയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. രണ്ടാമത് നമുക്ക് വീണ്ടും കറികളൊക്കെ തരും. സോയാബീൻ കറി നല്ല ടേസ്റ്റായിരുന്നു അവിടുത്തെ, ഉരുളക്കിഴങ്ങ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് വരുവാണ്. അപ്പോൾ ഇവർ ഓരോ ബിൽഡിങ്ങും ഓരോ ഡിസൈൻ ഓരോ രീതിയിലാണ്. നല്ല രസമാണ് കാണാൻ അവിടെ പോയാൽ തന്നെ. പിന്നെ പഠിക്കുന്ന കുട്ടികളുണ്ട്, ഇഷ്ടംപോലെ ഏക്കർ കണക്കിന് ഇവരുടെ ബിൽഡിങ്സാണ്. നല്ലതായിരുന്നു അവിടെ. അതിനുശേഷം നമ്മൾ ശരണ്യ ബസ്സിലാണ് തിരിച്ച് വീട്ടിൽ പോകാൻ കയറി. അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിൽ കയറി നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അപ്പോൾ സന്ധ്യ ആയപ്പോഴത്തേക്ക് അമ്മ പറയും, അയ്യോ അതെടുക്കുക നല്ല രസമുണ്ട്. നോക്കിയാൽ നല്ല രസമില്ലേ, വെള്ളവും ആകാശവും മേഘവും ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ വന്നപ്പോൾ നല്ല രസമുണ്ട്. നമ്മുടെ പ്രകൃതിയുടെ ഓരോ ഭംഗികളെ അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ കായംകുളത്ത് വന്ന് പ്രിയദർശിനി പൊയ്ക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഈ രാത്രി ബസ്സിലിരുന്ന് യാത്ര ചെയ്യാൻ നല്ല രസമാണ്. ഇപ്പം തന്നെ ഒരു കോലമായി, രാവിലെ പോയത് എങ്ങനെയാണെന്ന് അറിയാലോ. അത് കഴിഞ്ഞ് നമ്മൾ പത്തനാപുരത്ത് വന്ന് പൊറോട്ട കഴിക്കുകയായിരുന്നു. പൊറോട്ട ആ ചാറും അത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്നെ നോക്കിയപ്പോഴത്തേക്ക് ഒരു ബാസന്തി ലുക്ക്. രാത്രിയായപ്പോൾ രാവിലെ എങ്ങനെ പോയതാ ഞാൻ. ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ഗായ്സ്.